കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 13 മുതൽ 24 വരെ അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ ജാഥ ഇപ്പോൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ഈ മാസം 13-ാം തീയതി കാസർഗോഡ് പാണത്തൂർ എന്ന മലയോര ഗ്രാമത്തില് അഭിനന്ദമാർ ജോസഫ് പാംബ്ലാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന അഭിനന്ദ മാർ റെമീജി സിഞ്ചനാനി പിതാവ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥ, ഈ യാത്ര അത് നയിക്കുന്നത് ജാഥ ക്യാപ്റ്റൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുവർമിൽ സാറാണ്. ഇത് ഒരു കേരള സമൂഹത്തിലെ പൊതുസമൂഹത്തോട്, ക്രൈസ്തവ സമൂഹത്തിന് ക്രൈസ്തവരുടെ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലുള്ള സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ച് പൊതുജനത്തിന്റെ ശ്രദ്ധയിലേക്കും അതുപോലെ ഗവൺമെന്റിന്റെ സത്വര ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളിലേക്കും ശ്രദ്ധ നേടുവാൻ വേണ്ടിയാണ് ഈ യാത്ര നയിക്കുന്നത്. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനു വേണ്ടി നടത്തിയിരിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ രൂപതകളിലൂടെയും ഈ യാത്ര കടന്നു പോകും. സാധാരണക്കാരുടെ വിഷയങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായ പ്രതികരണങ്ങളാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് വളരെ ആവേശകരമായ ഒരു ഉദ്ഘാടന സമ്മേളനമാക്കി പാണത്തൂരത്തെ സമ്മേളനം മാറ്റാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു. ഈ യാത്രയുടെ പേര് തന്നെ അവകാശ സംരക്ഷണ യാത്ര എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ വളരെ കൃത്യമായിട്ടും ഉയർത്തി കാണിക്കുകയും ഈ രാജ്യത്ത് ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളും ക്രൈസ്തവർക്കും ബാധകമാണെന്നും ക്രൈസ്തവരെ ഒരു കാരണവശാലും പിന്തള്ളാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവര് നേരിടുന്ന അവഗണനയോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകര്, സാധാരണക്കാരായ മനുഷ്യര് അനുഭവിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ, വളരെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങള്, അതുപോലെ കർഷകരായിട്ടുള്ള ആളുകള് അതിജീവനത്തിന് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പിണറായി സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച JB കോശി കമ്മീഷൻ വളരെ വിപുലമായ പഠനങ്ങൾ നടത്തി വളരെ ശാസ്ത്രീയമായി ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും അതിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ വളരെ ശക്തമായ നിലപാട് ക്രൈസ്തവ സമൂഹം വരും കാലങ്ങളിൽ എടുക്കുമെന്നുള്ള മുന്നറിയിപ്പും കൂടി നൽകുവാനാണ് ഈ യാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഓക്കെ അച്ഛാ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. തൊട്ടു പിന്നാലെയായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നമ്മൾ നടത്തുന്ന ഈ യാത്ര, നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യാത്ര ഈ തെരഞ്ഞെടുപ്പുകളെ എത്രത്തോളം സ്വാധീനിക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെ ക്രൈസ്തവരുടെ നിലപാട് വളരെ നിർണായകമാണ്. കാരണം ക്രൈസ്തവര് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതുപോലെ മറ്റ് വാർഡുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും നിർണായക ശക്തി തന്നെയാണ്. കാരണം ക്രൈസ്തവ വോട്ടുകളെ ഏകോപിപ്പിക്കുവാനും ഒരുപോലെ നിലനിർത്തുവാനും ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങള് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും സന്നദ്ധതയും ഇതിനോടകം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ ക്രൈസ്തവരുടെ ന്യായമായ അവകാശങ്ങള് ഗവൺമെന്റുകള്, രാഷ്ട്രീയ പാർട്ടികള് പരിഗണിച്ചേ മതിയാവൂ. അത് ഞങ്ങൾ ഇനി തൊട്ട് വളരെ കൃത്യമായി നോക്കും. അന്യായമായ ഒരു കാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, ന്യായമായ കാര്യമാണ്. ഉദാഹരണത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ എയ്ഡഡ് സ്കൂളുകൾ നടത്താനുള്ള അവകാശം ഗവൺമെന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങള് സർക്കാർ ഭിന്നശേഷി നിയമനങ്ങളുടെ പേര് പറഞ്ഞ് അംഗീകരിക്കാതിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ചേർന്നൊരു കാര്യമല്ല. ഇവിടെ 16,000-ഓളം വരുന്ന
അധ്യാപകര് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിയമനം അംഗീകരിച്ച് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. സമാനമായ സ്ഥിതിയിൽ NSSന്റെ കോടതി വിധി നമുക്ക് മുമ്പിലുണ്ട്. NSS വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോടതി അനുകൂലമായ വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാണ്. അതുകൊണ്ട് അവിടെ വീണ്ടും ക്രൈസ്തവർ കോടതിയിൽ പോകണമെന്ന് പറയുന്നതിലെ അനീതി ഞങ്ങൾ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഗവൺമെന്റുകൾ ഉണർന്നെണീറ്റ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവരുടെ ന്യായമായ അവകാശങ്ങളെ കൃത്യമായി പരിഗണിക്കുക തന്നെ വേണം. അത് ഈ യാത്രയെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഇനി ക്രൈസ്തവരെ അവഗണിക്കുന്നവരെ ക്രൈസ്തവര് അതിനെതിരായ നിലപാടുകൾ എടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിവിധ കോണുകളിൽ നിന്ന് സാധാരണ ആളുകൾ തന്നെ അനുദിനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കൂടിയും അതുപോലെ മറ്റു മീഡിയയിൽ കൂടിയും ഒക്കെ ആളുകൾ ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങള് അനീതിക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ ഇനി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവഗണനകള് അനീതികൾക്ക് മുമ്പിൽ പൊറുതിമുട്ടിയ ജനം വളരെ ശക്തമായിട്ട് ബാലറ്റിലൂടെ ഇനി പ്രതികരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, എന്തായാലും ക്രൈസ്തവരെ അവഗണിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവരെയും തിരിച്ചും അവഗണിക്കാൻ തന്നെയുള്ള ഒരു തീരുമാനമാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മാത്രം പോരാ, ക്രൈസ്തവരോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നവരെ, ക്രൈസ്തവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നവരെ ഞങ്ങളും പരിഗണിക്കുമെന്ന് പറയാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസിന് ഒരു കാലത്തും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിട്ടോ അവർക്കെതിരായിട്ടോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടാണ് എടുക്കുന്നത്. ക്രൈസ്തവരുടെ ആവശ്യങ്ങളിൽ ആര് സഹായിക്കുന്നു എന്നത് വളരെ കൃത്യമായി വിലയിരുത്തുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. അതുപോലെ ക്രൈസ്തവരുടെ ആവശ്യങ്ങളെ ബോധപൂർവ്വം അവഗണിക്കുകയും അതേസമയം മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായി പരിഗണിക്കുകയും ചെയ്യുന്നവരോട് അതുപോലെയുള്ള നിലപാട് ക്രൈസ്തവരും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇനി മുതൽ സ്വീകരിക്കുമെന്നതിന് രണ്ടു പക്ഷമില്ല. അത് ക്രൈസ്തവരുടെ പൊതുവായ ഒരു വികാരം കൂടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, തീർച്ചയായും പരിഗണിക്കുന്നവരെ പരിഗണിക്കുകയും അവഗണിക്കുന്നവരെ അവഗണിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നതിൽ വളരെയേറെ നന്ദി.